വെൽക്കം ടു ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ വെൽനസ് പ്രോഗ്രാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീ രാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് സയൻസിൻ്റെ പ്രിൻസിപ്പളാണ്. വെൽക്കം സർ. താങ്ക് യു സാർ. ഇന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണോ? എന്തൊക്കെയാണ് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന അഡാപ്റ്റേഷൻസ്? എൽഡർലി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? അതെ, നമ്മളിപ്പോൾ ഫിസിക്കൽ അഡാപ്റ്റേഷൻസ് ഇൻ ദ എൽഡർലി, അതാണ് ടൈറ്റിൽ ഓഫ് ദി ഡിസ്കഷൻ ടുഡേ. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സേയിങ് ഉണ്ട്, യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്, അത് റൈമിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അതിൻ്റേതായ അർത്ഥമെന്ന് വെച്ചാൽ ഒന്നിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക, അങ്ങനെയുള്ളതാണ്. സോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മസിൽ ഹെൽത്ത് ആയാലും മെറ്റബോളിക് ഹെൽത്ത് ആയാലും അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ഹെൽത്ത് ആയാലും അത് നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അത് ഈ സിസ്റ്റംസിനെ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കഴിവ് നമുക്ക് നഷ്ടപ്പെടും ക്രമേണ. അത് നഷ്ടപ്പെടുമ്പോൾ പിന്നീട് നമ്മൾ പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്ന് കണ്ടാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലരും ആലോചിക്കുമായിരിക്കും, ഇന്നപോലെ ഈ പ്രായമായി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തോ ആക്ടിവിറ്റി ചെയ്യേണ്ടത്, അങ്ങനെ പെട്ടെന്ന് ആക്ടിവിറ്റി ഒന്നും ചെയ്യാനില്ലല്ലോ. അത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. പല സിറ്റുവേഷൻസ് നമുക്ക് എടുക്കാം. നമ്മളൊരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും, അല്ലേ? ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഇതേ നമ്മൾ ഓട്ടോയിൽ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണോ, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് വരുന്നോ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വരുന്നു, ഒരു പൊതിയോടെ വരിക, ആ പൊതി കൈ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഓട്ടോയുടെ സൈഡിൽ പിടിക്കാനായിട്ട് ഒരു കൈയേ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൂ, മറ്റേ കയ്യിൽ പൊതിയിരിക്കുക. അപ്പോൾ അതുമായിട്ട് ഇറങ്ങുമ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ ഒരു കൈയിൽ നമ്മൾ തൂങ്ങിക്കിടക്കും, നമ്മൾ ബാക്കി താഴെയും വീഴും, അല്ലേ? അല്ലെങ്കിൽ ആ പിടിച്ചേക്കുന്ന കൈ പിടിഞ്ഞിരിക്കും, ആ കയ്യിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ പല സാധ്യതകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പേരക്കുട്ടികളുമായിട്ടിരിക്കുകയാണ്, ഒരു പ്രായമുള്ള ഒരു വ്യക്തി പേരക്കുട്ടികളുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി പെട്ടെന്ന് വീഴാൻ പോകുന്നു. അപ്പോൾ അപ്പച്ചനായാലും അല്ലെങ്കിൽ അമ്മച്ചിയായാലും അവർ പെട്ടെന്ന് എഴുന്നേറ്റ് പിടിക്കാൻ പോകണം. അവരെ കൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? അറിയത്തില്ല, നമുക്കറിയത്തില്ല അവരുടെ സ്റ്റേറ്റസ് എന്താണ്. സോ പെട്ടെന്ന് അങ്ങനെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും കുട്ടി വീണില്ലെങ്കിലും കുട്ടി വീണിട്ട് കുട്ടിക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഇവരെ തെറ്റിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ ഇവർ വീഴും. അല്ലെങ്കിൽ കുട്ടി വീഴാൻ പോവാണ്, ഇവരെ കൊണ്ട് എഴുന്നേറ്റ് ഓടിപ്പോയി പിടിക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനില്ല, അയ്യോ എനിക്ക് ഇച്ചിരി കൂടെ വേഗതയിൽ പോകാൻ പറ്റായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ച് പോകും. അല്ലെങ്കിൽ സ്ലിപ്പായി വീണായിരുന്നെങ്കിൽ കൂടെ മക്കൾ പറഞ്ഞേനെ, ഞങ്ങൾ വരത്തില്ലായിരുന്നോ, എന്തിനാ ഈ വയസ്സാങ്കാലത്ത് എഴുന്നേറ്റ് ഓടാൻ പോയേ, അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറയുന്നത്, പ്രായമായാലും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളെ കൊണ്ടാവുന്ന വിധം മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ നമ്മളെ തന്നെ തഴയല്ല, എനിക്ക് പ്രായമായി, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രശ്നങ്ങളുണ്ടാകാം. അതാണ്. സോ ബേസിക്കലി അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കൊടുക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് കൊടുക്കുക എന്ന് പറയും. ആ ഇമ്പൾസ് കൊടുക്കാതെ അഡാപ്റ്റേഷൻ നടക്കത്തില്ല. അതുപോലെ അഡാപ്റ്റേഷനും അതിൻ്റേതായ സമയമെടുക്കും, പ്രത്യേകിച്ച് പ്രായമായവരിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഈ ട്രെയിനിങ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ അങ്ങനെയുള്ള ട്രെയിനിങ്സാണ് കൊടുക്കാറുള്ളത്. ഇമ്പൾസീവ് ബാലൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ അജിലിറ്റി ട്രെയിനിങ് നമ്മൾ സാധാരണ ഇപ്പോൾ ബുക്സിൽ പോലും കൊടുക്കാറുള്ളത്, ഇപ്പോൾ സയൻറ്റിഫിക് വേൾഡിൽ പോലും പറയുന്നത് സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റീസിനാണ് അജിലിറ്റി ട്രെയിനിങ്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോർട്സ് അല്ല, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. നേരെ നടക്കുന്നു, പുറകിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നു, പെട്ടെന്ന് തിരിയുമ്പോഴത്തേന് ബാലൻസ് പോകരുത്. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും വിളിക്കുമ്പോൾ ഇമ്പൾസീവായിട്ട് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു കളയുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ശബ്ദമാണ് പുറകെ കേൾക്കുന്നത്, നമ്മളെ അല്ലെങ്കിൽ പോലും ആരെങ്കിലും സംസാരിക്കുന്നു, ആരാന്ന് അറിയാനായിട്ട് നമ്മൾ പെട്ടെന്ന് തിരിയുമ്പോൾ ഒരു സ്റ്റെപ്പ് മാറിയാൽ നമുക്ക് വീഴാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നടക്കുന്നു, ഒരു ടൈല് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സർഫസിൽ ഒരു ടൈല് പൊങ്ങിയിരിക്കുകയാണ്, അതേ തടുത്തു കഴിഞ്ഞ് വീഴാതിരിക്കണമെങ്കിൽ മറ്റേ കാലം ഉടനെ എടുത്ത് മുമ്പിൽ വെക്കണം. അതിന് റിഫ്ലെക്സ് ഇല്ല, റിയാക്ഷൻ ടൈം എന്ന് പറയും. അതെടുത്ത് വെക്കാനുള്ള സമയത്തിനാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. തടുത്ത് വീഴാൻ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് സൈഡിലുള്ള റെയിലിങ്ങിലോ അല്ലെങ്കിൽ ചോർമേലയോ നമ്മൾ കൈ വയ്ക്കാൻ
അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വീഴ്ചയിൽ നിന്ന് വീഴ്ച അവോയ്ഡ് ചെയ്യാനായിട്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ട്രെയിനിങ് വളരെ ഉപയോഗപ്പെടും. സോ പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ മസ്കുലർ കോമ്പണൻറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കോമ്പണൻറ്റ് നമ്മളത് ട്രെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ബോഡിയുടെ മസിലിൻ്റെ സ്ട്രെങ്ത്ത്, ആ മസിലിൻ്റെ സ്ട്രെങ്ത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല വേരിയേഷൻസ് കൊണ്ടുവരാം. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ കൊണ്ടുവരാം. അതായത് ചെറിയ വെയ്റ്റ്സ് വയ്ക്കാം, വെയ്റ്റ്സ് ക്രമേണ കൂട്ടിക്കൊണ്ട് പോകാം. അതും ഒത്തിരി വെയിറ്റ് വയ്ക്കണമെന്നില്ല. പറഞ്ഞ പോലെ നമ്മൾ ഫങ്ഷണൽ ആക്ടിവിറ്റിക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്താൽ മതി. കാരണം നമ്മുടെ പറ്റുന്ന വെയിറ്റ് നമ്മളതും വളരെ ഗ്രേഡഡ് ആയിട്ട് കൊണ്ടുപോകണം. ആദ്യം ഏറ്റവും ലീസ്റ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാം. കാരണം നമ്മൾ ഒന്ന് ഓർക്കണം, നമ്മൾ ഈ പുതിയ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മസ്കുലർ സോർനെസ് കാണും, വേദന കാണും. അത് ആ മസിലിൻ്റെ വേദനയാണ്. അത് അവിടെ ഒരു ഇഞ്ചുറി എന്ന് വെച്ചാൽ അവിടെ ഒരു ഡിസ്ട്രക്റ്റീവ് ഇഞ്ചുറി അല്ല അത്. അതൊരു മസിലിൻ്റെ ഒരു നേച്ചറാണ്. നമ്മൾ പുതിയതായിട്ട് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു സോർനെസ് വരും. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. വാട്ട് ഐ മീൻ ടു സേസ്, അതൊരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇഞ്ചുറിയാണത്, എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെയിനാണ്. സോ അതെന്തായാലും വരും. സോ അത് ഏറ്റവും കുറഞ്ഞ വെയിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പ്രോഗ്രസീവ് നേച്ചർ ക്രമേണ നമുക്ക് വെയിറ്റ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അതും ഒരു ലിമിറ്റ് വരെ മതി. വലിയ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ യങ് അഡൽട്ട്സ് ചെയ്യുന്ന പോലെ ഉള്ള വെയിറ്റ്സിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ റെസിസ്റ്റഡ് എക്സസൈസ് കൊടുക്കാം. ആ റെസിസ്റ്റൻസ് എക്സസൈസ് കൊടുക്കുമ്പോൾ, പ്രോഗ്രസീവ് റെസിസ്റ്റഡ് എക്സസൈസ് കൊടുക്കുമ്പോൾ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി, എൻഡ്യൂറൻസ്, മസിലിൻ്റെ ഫ്രീക്വൻസി ഇമ്പ്രൂവ് ചെയ്യാം. ഒരു പക്ഷേ അവരെവിടെയെങ്കിലും ഒരു ക്യൂയിൽ നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് ഏറെ നേരം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. സോ അതും തരണം ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ നമ്മൾ പെൽവിക് ഫ്ലോറിനാണ് എക്സസൈസ് കൊടുക്കുന്നതെങ്കിൽ അവർ പെട്ടെന്ന് വെളിയിലൊരു ഫംഗ്ഷന് പോകുന്നു, ആ സ്ഥലത്ത് റെസ്റ്റ് റൂം ഇല്ല, ടോയ്ലറ്റ് ഇല്ല. സോ അവർക്കൊരു യൂറിനേഷൻ ഒരു ഫീലിംഗ് വരുവാണെങ്കിൽ അതും ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുന്നത്. സോ അങ്ങനെ മൾട്ടിഫോൾഡാണ്. പല ഡയമെൻഷനിലുള്ള എക്സസൈസസ് നമുക്ക് പ്ലാൻ ചെയ്യാം, കൊടുക്കാം. പ്രോഗ്രസീവ് റെസ്റ്റഡ് എക്സസൈസസ്, അതുപോലെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പ്രോഗ്രസീവ് റെസ്റ്റഡ് എക്സസൈസസ് കാരണം ബോണിൻ്റെ ഡെൻസിറ്റിയും കൂടും. ബോണിൻ്റെ ഡെൻസിറ്റി കൂടും, അല്ലെങ്കിൽ ബോണിൻ്റെ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ആകും, കുറയാതിരിക്കും. മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ ബോണിൻ്റെ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ മിനറൽസ് അത് റീറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുട്ടയുടെ വെള്ള കഴിച്ചാൽ കാൽഷ്യം ആണെന്ന് പറയും, അല്ലെങ്കിൽ കാൽഷ്യം മഷ്റൂം, കൂണ് കഴിച്ചാൽ, അങ്ങനെ പല ന്യൂട്രീഷണൽ പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ ബോഡി ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ബോഡിക്ക് അതിനായിട്ടുള്ള സ്റ്റിമുലസ് വേണം. ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് പിന്നെയും ശരീരത്തു നിന്ന് വെളിയിലോട്ട് പോകത്തേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ബോഡി എടുക്കത്തുള്ളല്ലോ. സോ അതിനുള്ള ആവശ്യകതയ്ക്കുള്ള കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ എക്സസൈസിൽ കൂടി ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ ഫുഡ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ, അതെ, ഈ എക്സസൈസിൻ്റെ കൂടെ ഈ ഫുഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഈ സാർക്കോപീനിയ, ഓസ്റ്റിയോപോറോസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. അതല്ലാതെ എയറോബിക് ട്രെയിനിങ് ഉണ്ട്. എയറോബിക് ട്രെയിനിങ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ പൾമണറി സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ മസ്കുലോസ്കെലറ്റൽ ഫങ്ഷൻ്റെ കൂടെ സിങ്കായി പോകാനായിട്ട് നമ്മുടെ പൾമണറി സിസ്റ്റത്തെ നമ്മളത് സിങ്ക് ചെയ്യാനായിട്ടുള്ള എക്സസൈസസ് ആണ്. സോ ബേസിക്കലി VO2 max എന്ന് പറയും, ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂം ബൈ ദ ബോഡി ഇൻ എ മിനിറ്റ്. സോ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എക്സസൈസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ എയറോബിക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള സ്റ്റിമുലസും കൊടുത്തു കഴിഞ്ഞാൽ അതുപോലുള്ള എക്സസൈസസ്, ആദ്യം നമ്മൾ പറഞ്ഞ പ്രോഗ്രസീവ് റെസ്റ്റഡ് എക്സസൈസസ് ആണ്. പിന്നെ ചെറിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് എക്സസൈസസ് കൊടുക്കാം. റെസിസ്റ്റൻസ് എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാലും അതിനായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. പ്രോഗ്രസീവ് റെസ്റ്റഡ് എക്സസൈസ് എന്ന് വെച്ചാൽ ബോഡിയുടെ മാസ്, സൈസ് ഇൻക്രീസ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇതേ റെസിസ്റ്റഡ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ എൻഡ്യൂറൻസ് എക്സസൈസസ് അല്ലെങ്കിൽ എയറോബിക് എക്സസൈസസ് കൊടുക്കുമ്പോൾ ഈ ഒരു
മസിലിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ നമുക്ക് എൻഡ്യൂറൻസ് ഇല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ദൂരം പോയി, ഒരു ചെറിയ ദൂരം പോയി കഴിയുമ്പോഴത്തേനും നമ്മളവിടെ അണയ്ക്കാൻ തുടങ്ങും. നമുക്ക് അതിൽ കൂടുതൽ നടക്കാൻ പറ്റത്തില്ല, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും നടക്കേണ്ടി വരും. സോ ചിലരത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ്റെ പ്രോബ്ലം ആണോ എന്ന് പോലും ഡൗട്ട് ചെയ്യും. അത് നമുക്ക് തീർച്ചയായിട്ടും റൂൾ ഔട്ട് ചെയ്യണം. റൂൾ ഔട്ട് ചെയ്തിട്ട് ഹാർട്ടിന് കുഴപ്പമില്ല, എല്ലാം ക്ലിയറാണ്, നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതിയെന്ന് പറയുകയാണെങ്കിൽ വീണ്ടും പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുക. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും നോർമലാണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരിക. കാരണം ഇത്രയും നാൾ ഒരുപക്ഷെ ഡെസ്ക് ജോബ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും, പെട്ടെന്നായിരിക്കും വീട്ടിൽ കൊച്ചുമോനോ കൊച്ചുമോളോ ഓടി നടക്കുമ്പോൾ അവരുടെ പുറകെ പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് തുറന്ന് കിടക്കുന്ന ഡോറിൻ്റെ വെളിയിലോട്ട് ഓടിക്കളഞ്ഞാൽ പുറകെ ഓടണമല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പോയാലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ അത്യാവശ്യമായുള്ള ആക്ടിവിറ്റീസിന് നമ്മൾ പ്രത്യേകിച്ച് എൽഡേഴ്സ് പ്രിപ്പയർഡ് ആയിരിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് എൻഡ്യൂറൻസ് ട്രെയിനിങ്. ഓക്കെ സാർ, ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, മുന്നത്തെയുള്ള എപ്പിസോഡിലും പറഞ്ഞിരുന്നു. അപ്പം പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് എന്തുകൊണ്ട്, എന്ത് കാരണങ്ങളാലാണ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. അത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയാന്ന് വെച്ചാൽ അതിന് പല റീസൺസ് ആണുള്ളത്. സോ പ്രോബബ്ലി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ഇൻ്റർപേഴ്സണൽ റീസൺസ് കാരണം, അവരുടേതായ വ്യക്തിപരമായ റീസൺസ് കാരണം കുറയാം, അല്ലെങ്കിൽ വേറെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് കാരണവും അവർ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ റീസൺസ് കാരണം അവർ കുറയ്ക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം അവരുടേതായ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ അതർ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ്, വേറെ മൾട്ടിഫോൾഡ് ഫാക്ടേഴ്സ് ആർ ദെയർ. എന്ന് വെച്ചാൽ ബേസിക്കലി ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ഒരു സെൽഫ് ഡീമോട്ടിവേഷൻ, അല്ലെങ്കിൽ പ്രീ പ്രസ്യൂംഡ് ഐഡിയാസ്. ഞാൻ റിട്ടയർമെൻ്റ് ആയി, ഇനി റെസ്റ്റ് പീരീഡാണ് എനിക്ക്. സോ ഹൗ ഡു ദേ ഡിഫൈൻ ദ റെസ്റ്റ്? അതൊരു മിസ്നോമറാണ്, അല്ലെങ്കിൽ അവരുടേതായ ഒരു തെറ്റിദ്ധാരണയാണ് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. സോ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടേതായ അവരുടെ വർക്കിംഗ് പീരീഡിലുണ്ടായിരുന്ന ആ ടെൻഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ്സ് അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറാനായിട്ടായിരിക്കും, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ പിന്നീട് ചെയ്യുന്നത് അവർ ടോട്ടലി ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം അങ്ങ് കട്ട് ഡൗൺ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടിലെ ഓവറോൾ ലൈഫ് തന്നെ ചേഞ്ചായി മാറുകയാണ്. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ തിരിച്ച് 4 മണിയാകുമ്പോഴേ വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 5 മണിക്കേ വരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളിക്ക് വേറെ എന്തെങ്കിലും ചെറിയ വർക്ക് കാണും വീട്ടിൽ, പുള്ളി അത് നോക്കും. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പുള്ളി വേറെ റോൾ ആസ് എ ഗ്രാൻഡ് പാരൻറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കും. അങ്ങനെ വേറെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് തന്നെ മാറിക്കളയും. ചില ആൾക്കാരുണ്ട്, ദേ വാണ്ട് ടു കീപ് ദംസെൽസ് ബിസി. സോ പിന്നെയും ഫിസിക്കൽ ആക്ടിവിറ്റിയിലോട്ട് പോകത്തില്ല. ഇപ്പോൾ ഇത്രയും നാൾ വർക്ക് ഇച്ചിരി സ്ട്രെസ് ഉള്ളതായിരുന്നു, ഇച്ചിരി സ്ട്രെസ്സ് കുറഞ്ഞ ഒരു ജോലിയിലോട്ട് പോകാമെന്നും പറഞ്ഞ് പഴയതിലേക്കാട്ടിലും കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു ജോബിലേക്ക് അവർ ഷിഫ്റ്റ് ആകും. എഗെയിൻ അവരുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, റിട്ടയർമെൻ്റ് ആയി, ഏജായി, പക്ഷേ അവരുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പിന്നെയും കുറഞ്ഞ ആക്ടിവിറ്റി ഉള്ള ഒരു ജോബിലോട്ടാണ് കയറുന്നത്. സോ അവിടെയും ഏതൊരു ജോബാണെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കിൽ ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് എന്തായാലും വൈകുന്നേരം നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു മെൻറ്റൽസ് ഫെറ്റീഗ് കാണും, ഫിസിക്കൽ ഫെറ്റീഗ് അല്ല. നമ്മൾ ഇരുന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്താണ് ഈ ടയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മെൻറ്റൽ ഫെറ്റീഗാണ്. സോ മെൻ്റലി ഫെറ്റീഗായിട്ടുള്ള ആൾ ഇച്ചിരി റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ, അല്ല ഞാൻ ഇനിയും ജോഗിങ്ങിന് പോകാമെന്ന് ചിന്തിക്കാറില്ല. അത് വളരെ ചുരുക്കം ആൾക്കാരെ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അത് അവരുടെ പണ്ടത്തെ തൊട്ട് അതൊരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നെങ്കിൽ അവരങ്ങനെ എടുക്കും, പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഓക്കെ ഇത്ര നേരം ഇരിക്കുമല്ലായിരുന്നു, ഇനി നമുക്ക് ഒരു വാക്കിന് പോയിട്ട് വരാം. ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചിലർ അവരുടേതായ സോഷ്യൽ ഗ്രൂപ്പ്സ് കണ്ടെത്തി, അവരുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, അവരെ തന്നെ വിളിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി മോട്ടിവേറ്റ് ചെയ്ത് അവർ നടക്കാൻ പോകുന്നവരുമുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിനിടയിൽ അവരുടെ ഏജ് ഗ്രൂപ്പിനുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തവർക്കാണ് ഇങ്ങനെ ഇൻ്റർപേഴ്സണൽ ഓർ പേഴ്സണൽ ബാരിയേഴ്സ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ ഹെൽത്ത് റിലേറ്റഡ് ബാരിയേഴ്സ്. ഹെൽത്ത് റിലേറ്റഡ് എന്ന് വെച്ചാൽ ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻ്റാണ്,
ഡയബറ്റിക് ന്യൂറോപ്പത്തി ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും പ്രയാസങ്ങൾ കാണും, അല്ലെങ്കിൽ ഓൾറെഡി നോൺ കാർഡിയാക് എയിൽമെൻ്റ് ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ ആസ് ഓഫ് നൗ സ്റ്റേബിളാണ്. സ്റ്റേബിൾ ആണെങ്കിൽ പോലും അവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഡോക്ടർ തന്നെ ഇത്രയും കുറിപ്പിട്ട സമയം അവർക്ക് എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അവർ മടിച്ചിരിക്കും, അല്ലെങ്കിൽ എനിക്കിതുണ്ട്, എനിക്കിനിയും എക്സസൈസ് ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് അവോയ്ഡ് ചെയ്യുന്നവരും ഉണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. സോ അത് വേറെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം മുമ്പ് എങ്ങാണ്ട് വീണു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വേണ്ടിവണ്ണം അവർക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല, ഫിസിക്കൽ റീഹാബിലിറ്റേഷനോ എക്സസൈസോ ഫിസിയോതെറപ്പിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർ വർക്ക് സ്ട്രെസ്സിലായിരുന്നു, അവരുടേതായ ജോലിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ 6 മാസം കൊണ്ട് റിട്ടയർ ആകാൻ പോവാണ്. അപ്പോൾ അവർക്ക് ജോലിയിൽ നിന്ന് അതും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലിരിക്കുമായിരിക്കും അവരുടെ ജോബ് പ്ലേസിൽ. അവർക്ക് അവിടുന്ന് മാറാനുള്ള സാഹചര്യമില്ല, അല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല അവർക്ക്. കാരണം 6 മാസം കൊണ്ട് റിട്ടയർ ആകാൻ പോവാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. സോ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലുള്ള ഒരു വ്യക്തി അത് ചെയ്ത് തീർക്കണമെന്നേ ഉദ്ദേശിക്കത്തുള്ളൂ. സോ ഓട്ടോ പിടിച്ചായാലും എങ്ങനെ കഷ്ടപ്പെട്ടായാലും വോക്കർ വെച്ചായാലും അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചായാലും അവർ ജോലിക്ക് പോകണമെന്നേ നോക്കത്തുള്ളൂ. അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യണമെന്നോ അതൊന്നും അവരുടെ പ്രയോറിറ്റി ആയിരിക്കത്തില്ല. അന്നേരത്തെ അവരുടെ പ്രയോറിറ്റി ചിലപ്പോൾ ആ ജോലിയായിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേന് 6 മാസം കഴിയുമ്പോഴത്തേന് അവർക്ക് ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ നല്ല ആക്റ്റീവായിരുന്ന ഒരു വ്യക്തി ഒരു വീഴ്ചയ്ക്ക് ശേഷം അവരുടെ ജോലിയിലെ സിറ്റുവേഷനും സർക്കംസ്റ്റാൻസും കാരണം അവർ പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ചെയ്തില്ല, ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ചെയ്യാതെ 6 മാസം കഴിഞ്ഞ് റിട്ടയർ ആവുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ എന്താണ് വിചാരിക്കുന്നത്? ആ ഒരു വീഴ്ചയ്ക്ക് ശേഷം എന്നെ കൊണ്ട് പിന്നെ പറ്റിയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക, ഞാൻ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. സോ അതെ, റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് വരും. ചിലർ വീണ്ടും എന്നാൽ ഒന്ന് ഫിസിയോതെറപ്പി ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് വരുന്നവരും ഉണ്ട്. അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഈ കഴിഞ്ഞ 6 മാസമായിട്ട് കുറച്ച് സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ സെറ്റിനാവും. നമ്മൾ ഈ പറഞ്ഞ അഡാപ്റ്റേഷന് എക്സസൈസിന് മാത്രമല്ല, റെസ്റ്റ് കൊടുത്താലും ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്. അത് നെഗറ്റീവ് അഡാപ്റ്റേഷനാണ്. ജോയിൻറ്റ് സ്റ്റിഫാകും, മസിൽ ടൈറ്റാകും, അതുപോലെ തന്നെ മസിലിൻ്റെ ബൾക്ക് കുറയും. അതും ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് അഡാപ്റ്റേഷനാണ്, ഡൗൺവേർഡ് ഗ്രാഫാണ്. മനസ്സിലായോ? സോ ആ അഡാപ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് തിരിച്ച് പോസിറ്റീവ് അഡാപ്റ്റേഷൻ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും വേദന വരും. സ്റ്റിഫായിട്ടുള്ള ഒരു ജോയിൻറ്റ് നമ്മൾ മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേദന വരും. അപ്പോൾ അവർ പറയുന്നത്, അയ്യോ ഇത്രയും ദിവസം എനിക്ക് വീഴ്ചയ്ക്ക് ശേഷം എനിക്ക് വേദന ഇല്ലായിരുന്നു, നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഇതെന്തോ വേദന ചെയ്ത് എക്സസൈസ് ചെയ്താൽ ഭയങ്കര വേദനയാണ്. സോ അതൊരു നോൺ ഫാക്റ്റ് അല്ലേ? നമ്മൾ സ്റ്റിഫായിട്ടുള്ള ഒരു ജോയിൻറ്റ് മൂവ് ചെയ്താൽ വേദനയാണ്. പക്ഷേ ആ വേദന എന്ന് പറയുന്നത് 1 മാസം കാണും, 2 മാസം കാണും. അത് കഴിഞ്ഞ് നമ്മുടെ മൊബിലിറ്റി നമുക്ക് തിരിച്ചു കിട്ടുകയല്ലേ, നമ്മുടെ ഫ്രീഡം, നമ്മുടെ പഴയ മൊബിലിറ്റി, നമ്മുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് തിരിച്ചു കിട്ടുകയല്ലേ. ആ തിരിച്ചു കിട്ടുന്ന മൂവ്മെൻറ്റിൻ്റെ കൂടെ നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലും തിരിച്ചു കിട്ടുകയാണ്. പെട്ടെന്ന് ഒരു ബസ്സേ കയറുക അല്ലെങ്കിൽ പെട്ടെന്ന് ചേരേന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് നീങ്ങുക, ആ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് തിരിച്ചു കിട്ടുകയല്ലേ. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാവേണ്ടത് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഹെൽത്ത് റിലേറ്റഡ് ബാരിയേഴ്സും ഉണ്ട്. സോ അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എക്സിസ്റ്റിംഗ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവർ ഒത്തിരി വളരെ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യും തിരിച്ച് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അഡാപ്റ്റേഷൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ പോലും വളരെ സ്ലോ ആയിരിക്കും, വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ അതിലോട്ടൊരു മോട്ടിവേഷൻ കാണത്തില്ല. കാരണം ആ വ്യക്തി തന്നെ ആകെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. കാരണം ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഡയാലിസിസ് പോകണം. സോ അങ്ങനെ വരുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ലെവൽ കുറവായിരിക്കും. അൺലെസ് അതർവൈസ് ഫാമിലി മെമ്പേഴ്സിൻ്റെ പൂർണ്ണ സപ്പോർട്ടോടെ അവരെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് അവർ നല്ല രീതിയിൽ അദ്ദേഹത്തെ എൻഗേജ് ചെയ്ത് അദ്ദേഹം തനിയെ വിടാതെ എൻഗേജ് ചെയ്ത് ഓരോ നിമിഷവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ പാസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ചെറുപ്പത്തിലെ ഓരോ നല്ല കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും മേക്കിംഗ് ഹിം ഫീൽ ഇമ്പോർട്ടൻറ്റ്. അതായത് ആ വ്യക്തി ആ ഫാമിലിയിലുള്ളതിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇപ്പോൾ ഒരു പക്ഷേ ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം, ഗ്രാൻഡ് മദർ ആയിരിക്കാം, യുവർ അഡ്വൈസസ്, നിങ്ങളുടെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ ഉപദേശമൊക്കെ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കൂടെ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യുക, അമ്മച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ സ്കിൽസ് അവർക്കുള്ള സ്കിൽസ് അല്ലെങ്കിൽ അവർക്കുള്ള അഡ്വൈസസൊക്കെ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോഴത്തെ യങ് ജനറേഷനുള്ള
പല സിറ്റുവേഷൻസും അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ അപ്പച്ചനോ അമ്മച്ചിക്കോ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. സോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കതൊരു സോഷ്യൽ ഫാക്ടറാണ്, സൈക്കോ സോഷ്യൽ ഫാക്ടറാണ്, അവരെ ബൂസ്റ്റ് ചെയ്യാണ്. സോ അവർക്ക് തന്നെ തോന്നുന്നു ഓ പിള്ളേരൊക്കെ എന്നോടൊന്ന് സംസാരിക്കുന്നു, സോ ഐ ആം ഇമ്പോർട്ടൻറ്റ് ഹിയർ, ഐ മാറ്റർ. സോ നാളെ രാവിലെ എനിക്ക് എക്സസൈസിന് പോകണം, എനിക്കിതിന് പോകണം, നീ കൂടെ വരുമോ? അല്ലെങ്കിൽ കൂടെ വന്നില്ലെങ്കിൽ പോലും വേറെ ഒരാൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസ് സപ്പോർട്ട് ചെയ്യുക. സോ അങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഫാക്ടറാണ് സോഷ്യൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ ബാരിയേഴ്സ്. സോ സോഷ്യൽ ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫാമിലി തന്നെ, പ്രത്യേകിച്ച് നമ്മൾ എൽഡർലി പോപ്പുലേഷനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ പ്രായമായുള്ള ഒരു വ്യക്തിയുടെ പാർട്ട്ണർ അല്ലെങ്കിൽ സ്പൗസ് ഈ ഇല്ലാതാവുമ്പോൾ ഉള്ള അവസ്ഥ, സോ അതവരെ വളരെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു അവസ്ഥയായിരിക്കും. സോ ആ ഒരു ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി സ്വന്തമായിട്ട് ഞാൻ ഫിസിക്കലായിട്ട് ആക്റ്റീവ് ആയിരിക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവരത്തില്ല. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എഗെയിൻ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അവരുടേതായ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കിട്ടുന്നില്ല. സോ അങ്ങനെയുള്ള ഏജ് ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരെ കിട്ടിയാലും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം അവർക്ക് അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനും അവരുടേതായ ഓരോ ആക്ടിവിറ്റീസ്, അവരുടേതായ ഒരു പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, ചില ഈ ട്രാവൽ ഏജൻസീസ് തന്നെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഓരോ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലോട്ട് മാത്രം കൊണ്ടുപോവുക. അതേസമയത്ത് അറ്റ് ദ സെയിം ടൈം മേക്കിംഗ് ഇറ്റ് എക്സൈറ്റിംഗ്. അതിനനുസരിച്ച് ഒരു സ്റ്റേ റെഡിയാക്കുക, അതിനനുസരിച്ചുള്ള സ്ഥലത്തേക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് വിദേശത്തും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ കൊണ്ടുപോവുക. സോ ചിലർക്ക് അതൊരു മോട്ടിവേഷൻ ആകാം. സോ എനിക്ക് അതുപോലെ പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ ഫിറ്റായിരിക്കണം. സോ ഐ വോണ്ട് ടു ട്രാവൽ, ഐ വോണ്ട് ടു സീ ദ വേൾഡ്. സോ അതിനായിട്ട് ഞാൻ ഫിറ്റായിരിക്കണം. സോ അതിനും പറ്റിയൊരു ഫെസിലിറ്റിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ. സോ ഒരുപക്ഷെ ഇപ്പോൾ പ്രോബ്ലം ഇല്ലായിരിക്കാം, ബട്ട് യു ക്യാൻ കം ഹിയർ. ഇവിടെ വന്നിട്ട് യു ക്യാൻ ഗോ ത്രൂ ഓൾ ദി ഡ്രിൽസ്, യു ക്യാൻ ചാലഞ്ച് യുവർ സെൽഫ്, കീപ്പ് യുവർ സെൽഫ് ഫിറ്റ്. നമ്മുടേതായ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ ചാലഞ്ച് ചെയ്ത് നമ്മൾ ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കത് തിരിച്ചു പോകാനുള്ള തിരിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കോൺഫിഡൻസ്, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ശരി, ഐ ക്യാൻ ട്രാവൽ, ഞാൻ നടന്നാലും എനിക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വന്നാലും എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെയുള്ള സെൻറ്റേഴ്സ് വന്ന് അവർ ട്രെയിൻ ചെയ്താൽ അവർക്ക് ബെനിഫിഷ്യലാണ്, കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ വരുമ്പോൾ പ്ലസ് അവരുടെ സമപ്രായക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ മ്യൂച്വലായിട്ട് അവർ എൻകറേജ് ചെയ്യും. അവർ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി കണ്ടെത്തുകയും ഞാനിതുപോലെ ചെയ്താലേ എനിക്ക് എൻ്റെ ആക്ടിവിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ഡിഗ്നിറ്റി, അവരുടെ കാര്യങ്ങൾ സ്വയമേ ചെയ്യാനുള്ള കഴിവ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് അവരും വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ എസ്പെഷ്യലി ഓൾഡ് ഏജിൽ, എൽഡർലി ഏജിൽ ഏത് ജോയിൻറ്റ് എങ്ങനെ വേണമെങ്കിലും അഫക്റ്റ് ആകാമല്ലോ. സോ നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആ വ്യക്തിയുടെ സെൽഫ് ഡിഗ്നിറ്റിയാണ് അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ അതാരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി ദേ വിൽ കം ഇൻ ഫോർ ട്രെയിനിങ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി, എസ്പെഷ്യലി ഇൻ ദി എൽഡർലി ഏജ്, ആൻഡ് ദേ വിൽ ഫൈൻഡ് ഇറ്റ് മീനിങ് ആൻഡ് റീസണബിൾ. ഇന്നത്തെ എപ്പിസോഡിൽ സാർ നമ്മളോട് കൂടുതൽ സംസാരിച്ചത് ഫിസിക്കൽ അഡാപ്റ്റേഷൻ ഇൻ എൽഡർലി ഓൾഡ് ഏജ് പീപ്പിളിൽ ഉണ്ടാകേണ്ട ഫിസിക്കൽ അഡാപ്റ്റേഷനെ കുറിച്ചാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പം അതേപോലെ ഉണ്ടാകുന്ന ബാരിയേഴ്സ്, എന്തുകൊണ്ട് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ചാണ് സാർ നമ്മളോട് കൂടുതലായിട്ട് വിശദീകരിച്ച് തന്നത്. താങ്ക് യു സർ. നമ്മൾ കൂടുതൽ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഫിസിക്കൽ അഡാപ്റ്റേഷൻ എൽഡർലി പീപ്പിളിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ അഡാപ്റ്റേഷനെ കുറിച്ചും പിന്നെ ബാരിയേഴ്സിനെ കുറിച്ചുമാണ്. അടുത്ത എപ്പിസോഡിൽ ബാക്കി ബാരിയേഴ്സിനെ കുറിച്ച് നമ്മൾ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.